സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സിജോ, വാളയാർ സമരസമിതിയുടെ അംഗങ്ങളടക്കം പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയാണ് അവർ പറയുന്നത്. കാരണം CBIക്കെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിപ്പോൾ മാതാപിതാക്കളെ നേരത്തെ സാക്ഷികളാക്കിയ കേരള പോലീസ് അടക്കം സാക്ഷികളാക്കിയായിരുന്നു പരിഗണിച്ചിരുന്നത്. ഇപ്പോൾ പ്രതികൾ എന്ന രീതിയിൽ ആദ്യമായി ഒരു കുറ്റപത്രം വരികയാണ്. നിർണായകമായ ഒരു നീക്കം, വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ കുറ്റപത്രത്തിൽ ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, അപ്ഡേറ്റ്സ് ലഭിച്ചിട്ടുണ്ടോ സിജോ ഈ ഘട്ടത്തിൽ? ഈ രണ്ടുപേരെയും പ്രതി ചേർക്കാനുണ്ടായ സാഹചര്യത്തിന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിൽ പ്രധാനപ്പെട്ട കാരണമായും ഇവരെ പ്രതി ചേർക്കാനുള്ള കാരണം പറയുന്നത്, നേരത്തെ ഈ കേസിൽ ആകെ 5 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രതികൾക്കെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരുന്നത്. ഇവർക്കെതിരെ ഇപ്പോൾ ബലാത്സംഗ പ്രേരണാ കുറ്റമാണ് ചുമത്തിയാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. 2-3 പ്രതികൾ ഇവരുടെ മരണപ്പെട്ട കുട്ടികളുടെ രക്ഷിതാക്കളായി മാറുകയും ചെയ്യും. അതിൽ പ്രധാനമായും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബലാത്സംഗം നടന്നു എന്നത് ഇവർക്ക് കൃത്യമായ വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ വിവരം ലഭ്യമായതിന് ശേഷവും ഇത് പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇവരെ തുടർ പീഡനങ്ങളിലേക്ക്, വീണ്ടും പീഡന കാര്യങ്ങളിലേക്ക്, സംഭവങ്ങളിലേക്ക് പോകുന്നത് തടയുകയോ ചെയ്തില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ പ്രതി ചേർക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഒരു അസാധാരണമായ ഒരു നിയമ നടപടി അല്ലെങ്കിൽ ഒരു നീക്കമാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ മക്കൾ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ഒരു കേസുകളിൽ മാതാപിതാക്കളെ അങ്ങനെ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ബലാത്സംഗ പ്രേരണാ കുറ്റം ചുമത്തി ഇപ്പോൾ പ്രതി ചേർക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്നാൽ സമരസമിതി ചെയർമാനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം രക്ഷിതാക്കൾ കൂടി ഈ കേസിൽ പ്രതികളാകപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഈ പ്രധാനപ്പെട്ട പ്രതികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ദുർബലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. കാരണം രക്ഷിതാക്കൾ അറിയാതെ ആണ് ഇത്തരത്തിൽ കുട്ടികൾ പീഡനത്തിനിരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ അത് കേസുകളെ ബലപ്പെടുത്തുന്നതാകും. പക്ഷേ രക്ഷിതാക്കളുടെ സമൂഹത്തോടു കൂടിയാണ്, അല്ല അവരുടെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ പീഡനം നടന്നു വന്നൊരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ കേസ് ദുർബലപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ആ ഒരു ആശങ്ക തന്നെയാണ് ഈ സമരസമിതി അംഗങ്ങളും അതോടൊപ്പം തന്നെ ഇവരെ രക്ഷിതാക്കൾക്ക് ഉള്ളത്. എന്തായാലും സ്വാഭാവികമായി കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി വിചാരണ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. കാരണം കുറ്റപത്രം സമർപ്പിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം പ്രതിയാക്കപ്പെട്ട ആളുകൾ ശിക്ഷിക്കപ്പെടണമെന്നോ അല്ലെങ്കിൽ മറ്റു നടപടികൾ നേരിടേണ്ടി വരുമെന്നോ പറയേണ്ടി വരില്ല. അപ്പോൾ എന്തായാലും തുടർ വിചാരണ നടപടികളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഈ രക്ഷിതാക്കൾക്കും അവരുടെ വശങ്ങൾ കൃത്യമായും വിവരങ്ങൾ അറിയിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും ഉണ്ടാവുക. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കുറ്റപത്രത്തെ ചലഞ്ച് ചെയ്യുന്നുണ്ട് മറ്റ് നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും രക്ഷിതാക്കൾക്ക് സ്വാഭാവികമായി അവർ അത്തരം നടപടികളിലേക്ക് പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എന്തായാലും തീർത്തും അസാധാരണമായൊരു നടപടിയാണ് CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ കാര്യം. ഇത്തരത്തിലുള്ള ബലാത്സംഗ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം സംഭവങ്ങളിലൊന്നും തന്നെ രക്ഷിതാക്കളെ പ്രതി ചേർക്കൊണ്ടുള്ള ഒരു നടപടികളിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇതിൽ ഇവർക്ക് കൃത്യമായ വിവരം അറിയാമായിരുന്നുവെന്ന് ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ, വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത്. 2-3 പ്രതികളാണ് ഇപ്പോൾ രക്ഷിതാക്കൾ. വാളയാർ കേസിൽ പെൺകുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്താണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. തിരുവനന്തപുരം CBI യൂണിറ്റാണ് കൊച്ചി CBI 3ാം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 6 കേസുകളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. രക്ഷിതാക്കൾക്കെതിരെ ബലാത്സംഗ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഈ മരിച്ച 2 കുട്ടികളുടെയും അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്താണ് ഇപ്പോൾ കുറ്റപത്രം വന്നിരിക്കുന്നത്. കുട്ടികൾ ബലാത്സംഗത്തിന് ഇരയായ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ടും മാതാപിതാക്കൾ പോലീസിൽ അറിയിച്ചില്ല, അക്കാര്യം മറച്ചുവെച്ചു എന്ന കണ്ടെത്തലിലാണ് ഇരുവർക്കുമെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്, പ്രതി ചേർത്തിരിക്കുന്നത്. ഇക്കാരണത്താൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്താവുന്ന ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണത്തിനടക്കം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ പ്രദേശവാസികളെ അടക്കം കുറ്റപത്രത്തിൽ, അതായത് പ്രതികളാക്കി കുറ്റപത്രത്തിൽ ചേർത്തിരുന്നു. ഇത് തള്ളിയ കോടതി വീണ്ടും വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ CBIയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ബലാത്സംഗം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു എന്നതാണ് CBIയുടെ കണ്ടെത്തൽ. അത്തരത്തിലാണ് കുട്ടികളുടെ അച്ഛനെയും അമ്മയെയും പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പീഡന വിവരം മറച്ചുവെച്ചു എന്ന കുറ്റമാണ് ചേർത്തിരിക്കുന്നത്. അതേസമയം വിചിത്രമായ ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് വാളയാർ നീതി സമരസമിതിയുടെ രക്ഷാധികാരികൾ ഒക്കെ തന്നെ പറയുന്നത്. ഈ മരണം നടക്കുമ്പോൾ മാതാപിതാക്കളടക്കം അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ നുണപരിശോധനയ്ക്ക് അടക്കം തയ്യാറാണ് എന്ന് പറഞ്ഞ മാതാപിതാക്കളെ പ്രതി ചേർക്കുന്നതിലൂടെ
യഥാർത്ഥ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും CBIക്കെതിരെയുള്ള ആരോപണങ്ങളാണ് വാളയാർ നീതി സമരസമിതി രക്ഷാധികാരികളടക്കം ഉന്നയിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കുറ്റപത്രവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ സിജോ? നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് ഉച്ചയോടുകൂടിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾക്ക് ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ മരണപ്പെട്ട 2 കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ബലാത്സംഗ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഇവരെ പ്രതികളാക്കിയിരിക്കുന്നത്. 2ഉം 3ഉം പ്രതികളാണ് ഇപ്പോൾ ഇവരുടെ രക്ഷിതാക്കൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി എന്താകുന്നതിന്റെ നിയമ നടപടികൾ എന്നുള്ളതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഇനി കോടതിയുടെ മുന്നിലേക്ക് കുറ്റപത്രം വരുന്നു. ഈ വിചാരണ നടപടികൾ ഉൾപ്പെടെ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. സ്വാഭാവികമായും അത്തരം സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കാം ഇനി സംബന്ധിച്ച വിശദമായ വാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുണ്ടാവുക. അവർക്കും മാതാപിതാക്കൾക്കും അവർക്കുൾപ്പെടെ ഇക്കാര്യങ്ങൾ അവരുടെ നിലപാടുകൾ കോടതിയിൽ വ്യക്തമാക്കുന്നതിനുള്ള സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരത്തിൽ രക്ഷിതാക്കളെ പ്രതികളാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ കേസ് തന്നെ ദുർബലപ്പെടുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതൊരു ആശങ്കയാണ് ഈ സമരസമിതിയും അതല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. കാരണം ഈ കുട്ടികളെ 8ഉം 13 ഇതിപ്പോൾ രക്ഷിതാക്കൾ കൂടി പ്രതിപട്ടികയിലേക്ക് പ്രതികളായി വരുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് തന്നെ ദുർബലപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഇവരുടെ മാതാപിതാക്കളുടെ അടക്കം അറിവോടെയാണ് കുട്ടികൾ പീഡനത്തിന് ഇരയായത് എന്ന് പറയുമ്പോൾ മറ്റു പ്രതികൾ, അതായത് ഈ കേസിലുള്ള മറ്റു പ്രതികളുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ ആ കേസ് ദുർബലമാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ടല്ലേ? തീർച്ചയായും അത് വലിയൊരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്യുന്നത്. കാരണം ഈ കേസിൽ ആകെ 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതികൾക്കെതിരെ ബലാത്സംഗ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തുകയും ചെയ്തിരുന്നത്. ഇത് ഈ രക്ഷിതാക്കളുടെ അറിവോട് കൂടിയാണ് ഇത്തരത്തിൽ ബലാത്സംഗം നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു കേസ് അത്തരത്തിൽ പ്രതികളാക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി ഈ കേസ് ദുർബലപ്പെടാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഈ രക്ഷിതാക്കൾക്ക് ഈ വിവരം അറിയാമായിരുന്നുവെങ്കിൽ പറയുന്നത് എന്തുകൊണ്ട് തടഞ്ഞില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പ്രതികൾ ഇനി കോടതിയിൽ ഈ വിചാരണ വേളയിൽ ഉന്നയിക്കുകയും ചെയ്യും. സ്വാഭാവികമായും ഈ കേസ് ഇവർക്ക് പ്രതികൾക്ക് അനുകൂലമായ രീതിയിലേക്ക് പോകുന്നതിനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരം ഒരു ആശങ്ക തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. ബലാത്സംഗ കുറ്റം അങ്ങനെ രക്ഷിതാക്കളുടെ അറിവോട് കൂടിയാണ് എന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം പിന്നീട് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ നിലനിൽക്കും എന്നുള്ളൊരു ആശങ്കയും വലിയ രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരസമിതി അംഗങ്ങൾ ഉൾപ്പെടെ പറയുന്നത് കേസ് അട്ടിമറിക്കപ്പെടുന്നതിനും ഈ യഥാർത്ഥ പ്രതികളെ രക്ഷിച്ചെടുക്കുന്നതിനുമുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്, അല്ല അത്ര നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് CBI ഇപ്പോൾ ഈ മാതാപിതാക്കളെയും കൂടി പ്രതിചേർത്തിരിക്കുന്നതെന്നാണ് അവിടെ ഒരു ആരോപണം വരികയും ചെയ്യുന്നത്.